മൂവാറ്റുപുഴ KSRTC സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി PB നൂഹ് IAS KSRTC ബസ് സ്റ്റാൻഡിലും പരിസരത്തും സ്ഥലപരിശോധന നടത്തി. വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റുപുഴ KSRTC ഡിപ്പോയുടെ നവീകരണം 2023-24 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4.25 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുമെന്ന് PB നൂഹ് IAS പ്രതികരിച്ചു. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുന്നതിനായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി PB നൂഹ് IAS മൂവാറ്റുപുഴയിലെത്തി. വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റുപുഴ KSRTC ഡിപ്പോയുടെ നവീകരണം 2023-24 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4.25 കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത്. പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലപരിശോധന നടത്തിയത്. നിലവിൽ ഫയർ ടാങ്ക്, ഗ്യാരേജ് റൂഫിംഗ്, വാഷിംഗ് സർവീസ് സ്റ്റേഷൻ, പാർക്കിംഗ് ഏരിയ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, കേബിൾ ഡക്ട്, ഡ്രെയിനേജ് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ക്ലോക്ക് ടവർ, കോമ്പൗണ്ട് വാൾ, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് എന്നിവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതിയ കെട്ടിടത്തിന്റെയും പഴയ കെട്ടിടത്തിന്റെയും ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ, ടോയ്ലറ്റുകൾ തുറക്കുന്നതിനാവശ്യമായ STP വർക്കുകൾ, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇവ പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഉടൻ കൈക്കൊള്ളുമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി PB നൂഹ് IAS അറിയിച്ചു. STP ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതി പൂർത്തിയാകുന്നതോടെ സ്റ്റേഷൻ മാസ്റ്റർ റൂം, ഇൻഫർമേഷൻ ഏരിയ, വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക വിശ്രമ മുറികൾ, യാത്രികർക്കായി ആധുനിക കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറികൾ, വാഷ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ KSRTC ബസ് സ്റ്റേഷനിൽ ഒരുങ്ങും. ഫെബ്രുവരി മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ പങ്കുവച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.